ഇന്ന് വൈകുന്നേരം നമുക്ക് ആവശ്യമായ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ശ്രീമതി മോളി ജോൺ. പ്രിയപ്പെട്ട മോളി ആൻറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആൻറ്റിയെ പരിചയമാണ്. മോളി ആൻറ്റി ഓപ്പമോട് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗമാണ്. അവിടുത്തെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ സെറിയ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ആരാധനയിലും ഒക്കെ വളരെ സജീവമായി പ്രിയപ്പെട്ട മാതാവ് ആവശ്യമായ നേതൃത്വം നൽകുന്നു. ഇന്ന് നമുക്ക് വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ശ്രീമതി മോളി ജോണാണ്. വളരെ സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട ശ്രീമതി മോളി ജോണിനെ വചന ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവവചനവുമായിട്ട് നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് അല്പസമയത്ത് ചെറുകയായിട്ട് ഇന്ന് ഏഴാം ഭാഗമായിട്ട് വായിച്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 13, 14 ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 13, 14 വാക്യങ്ങളൊന്നും കാണിക്കും. ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടക്കി നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളത്, വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മാതൃത്വത്തിൽ പ്രത്യേകിച്ചായ സ്വർഗത്തിലെ നല്ല ദൈവമേ, അല്പസമയം കർത്താവേ അങ്ങയുടെ പാതകത്തിന് ഞങ്ങൾ നീക്കട്ടെ. വചനം അങ്ങയുടേതാണ്, കേൾക്കുന്ന ജനം അങ്ങയുടേതാണ്. അടിയുടെ നാവിൽ നിന്ന് വരുന്ന വചനങ്ങൾ കർത്താവെ എല്ലാവരിലും ഫലപ്രദമാകുവാൻ തക്കവണ്ണം അങ്ങ് ക്രിയ ചെയ്യണമേ. എൻ്റെ പുറത്തുള്ള കുറ്റങ്ങളും ഒന്നും കണക്കിടരുത്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ നൊയമ്പ് നോക്കി ഭക്തിയോടെ നമ്മൾ ജീവിക്കുന്നു. നമുക്കൊരു നിത്യതയുണ്ട്, ഒരു സ്വകരാജ്യമുണ്ട്. അത് നമുക്ക് എങ്ങനെ കൈവശമാക്കാൻ പറ്റും, നമുക്ക് അവകാശമാക്കുവാൻ അത് പറ്റുമോ എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമുക്കൊരു ന്യായവിധി ഉണ്ടെന്ന് കർത്താവ് നമുക്ക് നേരത്തെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അത് നമുക്ക് വചനങ്ങളിൽ കൂടി നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ സംസാരവും എല്ലാത്തിനും ഈ ന്യായത്തിന്റെ സമയത്ത് നമ്മൾ കണക്ക് കൊടുത്തേ പറ്റും. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അത് എല്ലാവർക്കും ഓർമ്മ വേണം. ഇപ്പൊ ഈ നിത്യത അവകാശമാക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അത് 2 തരം വഴികളുണ്ട്. ഈ 2 തരം വഴികളെന്ന് പറയുന്നത് 2 വാതിലുകളാണ്. 2 വാതിലുകളാണ്. 2 നിത്യതയിലേക്കുള്ള നിത്യതയിലേക്ക് നമ്മെ നയിക്കുന്ന നമ്മുടെ പ്രവൃത്തികൾ 2. ശരിയായ മനസ്സാനത്തിൽ കൂടി മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതം നമ്മൾ ആരംഭിക്കുന്നത്. വ്യത്യസ്തമായ 2 തരം വഴികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. 1 ഇടുക്കുവാതിൽ, 2 വിശാലമായ വാതിൽ. ഇടുക്കുവാതിൽ കൂടി പ്രവേശിക്കുവാനാണ്, കടക്കുവാനാണ്, സഞ്ചരിക്കുവാനാണ് ആർക്കും ഇഷ്ടമല്ല. കാരണം അത് വേദനയേറിയതാണ്, പ്രയാസമേറിയതാണ്, ദുഃഖമേറിയതാണ്. നമ്മൾ വളരെ പ്രയാസപ്പെട്ട ഇടുക്കുവാതിൽ കൂടി നമുക്ക് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ അത് ചെന്നെത്തുന്നത് എവിടെയാണ്? ജീവനിലേക്കാണ്, നിത്യതയിലേക്കാണ്, സ്വർഗരാജ്യത്തിലേക്കാണ്. ഇത്രയും കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് നമ്മൾ അപ്പുറത്ത് ചെന്ന് എത്തിക്കഴിയുമ്പോൾ നമ്മൾ സന്തോഷത്തിലേക്കാണ് ഇറങ്ങുന്നത്. 2 വിശാലമായ വാതിലാണ്. ഈ വിശാലമായ വാതിലിൽ കൂടി സഞ്ചരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന ഒരു വാതിലാണ്. അതിനകത്തൂടെ കടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാതിലാണ് വിശാലമായ വാതിൽ എന്ന് പറയുന്നത്. ആ വാതിൽ അതിൽക്കൂടെ സഞ്ചരിക്കുമ്പോൾ അത് ചെന്നെത്തുന്നത് എവിടെയാണ്? നാശത്തിന്റെ പാതയിലേക്കാണ്. ഞാൻ ഇത്രയും എഴുതി ഞാനിങ്ങനെ
പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി, ദൈവമേ, ഇത് എൻ്റെ ജീവിതം തന്നെയാണോ എന്നെ കൊണ്ട് ഈ എഴുതിപ്പിക്കുന്നത്? ഈ വായിപ്പിച്ച് ബൈബിളിൽ കൂടി എടുത്ത് കണ്ടുപിടിച്ചെടുത്ത് ഈ വാദങ്ങളെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി തരുന്നത് എൻ്റെ ജീവിതം തന്നെയാണോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഇതിന്റെ ഉദ്ദേശം എന്താണ് കർത്താവെ എന്ന് ചോദിച്ചു. ഞങ്ങൾ ജീവിതം തുടങ്ങിയപ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുത്തത് വിശാലമായ വാതിലായിരുന്നു. അത് വളരെ സന്തോഷത്തോടെ വളരെ ആഘോഷമായിട്ട് ഞങ്ങൾ ഈ ലോകത്തിന്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് ഞങ്ങൾ ഏകദേശം കുറച്ച് വർഷങ്ങളൊന്നുമല്ല, ഞങ്ങൾ ഏകദേശം 25 വർഷത്തോളം ഈ വിശാലമായ പാതയിൽ കൂടി തന്നെ സഞ്ചരിച്ചു. അത് പതുക്കെ നാശത്തിന്റെ പാതയിലേക്ക് പോകാൻ തുടങ്ങി. ഞങ്ങൾ അറിയുന്നതിന് മുമ്പേ എൻ്റെ ദൈവം അറിഞ്ഞു. ആ സമയത്ത് തന്നെ സഡനായിട്ട് ദൈവം അവിടെ ഞങ്ങളുടെ യാത്രയെ ബ്രേക്ക് ചെയ്തു. അവിടെ വെച്ച് ദൈവം ഞങ്ങളുടെ ജീവിതത്തെ തൊട്ടു. ആ തൊട്ടപ്പോൾ ഞങ്ങൾക്കും മനസ്സിലായി ഇത് കർത്താവ് നമ്മളെ തൊട്ടതാണ് എന്ന് ഞങ്ങൾക്കും മനസ്സിലായി. യാതൊരു എതിർപ്പുമില്ലാതെ ഒരു മറുതലിപ്പുമില്ലാതെ കർത്താവ് തൊട്ടപ്പോൾ അതിന് ഞങ്ങൾ കീഴടങ്ങി. ദൈവഹിതത്തിന് ഞങ്ങൾ രണ്ടുപേരും കീഴടങ്ങി. ഒരൊറ്റ രാത്രിയിൽ ഒരു രാത്രിയിലെ ദർശനത്തില് കർത്താവിന്റെ ഒരു ഇടപെടൽ കാരണം ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു. അതുവരെ മുറുകെ പറ്റിയിരിക്കുന്ന സകല പാപങ്ങളും പിറ്റേന്ന് നേരം എടുത്തപ്പോൾ ഉപേക്ഷിച്ച് ദൈവഹിതത്തിനനുസരിച്ച് ദൈവത്തിനായിട്ട് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഇടുക്കുവാതിൽ കൂടി ഞങ്ങൾ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രയാസമായിരുന്നു, ദുഃഖമായിരുന്നു, എല്ലാമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും ഒരു മുഖത്തും ദൈവം വരുത്തിയില്ല. ദൈവം ഞങ്ങൾക്ക് കാവലായിട്ട് താങ്ങുനാളമായിട്ട് ഞങ്ങളുടെ കൂടെ നടന്നു. സകല കുടുംബകാര്യങ്ങൾ, ഞങ്ങളുടെ എല്ലാ കുടുംബകാര്യങ്ങളും ദൈവം ആ ഇടുക്കുവാതിൽ നിൽക്കുമ്പോൾ തന്നെ ക്രമീകരിച്ചു. ഒരിക്കലും തെറ്റില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും ആ സമയത്ത് ദൈവം ക്രമീകരിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സ്വസ്ഥമായി, ഇനി എല്ലാം സ്വസ്ഥമായല്ലോ, ഇനി എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നിന്നു. പക്ഷേ ദൈവം വിടുവോ? ദൈവത്തിന് മനസ്സിലായി ഞങ്ങൾ സ്വസ്ഥമായിരുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു മനസ്സിലായി. ദൈവം വിടുവോ? ദൈവം എടുത്തില്ല. ദൈവം ഉടനെ തന്നെ ഒരു വലിയ രോഗമെടുത്ത് ഞങ്ങളുടെ കഴിയും. അത് ആ രോഗം കിട്ടിയപ്പോഴും ഇപ്പൊ എടുക്കുവാതിനെക്കാട്ടിലും ഭയങ്കര കഠിനമായ യാത്രയായിരുന്നു ആ യാത്ര. ആ രോഗം കൊണ്ട് ഞങ്ങൾ 13 വർഷം ഡയാലിസിസ് ചെയ്ത് 13 വർഷം ഞങ്ങൾ ജീവിച്ചു. പക്ഷേ അന്നേരം ഒന്നും എന്തിനാ കർത്താവ് ഈ രോഗം എനിക്ക് തന്നത് എന്ന് ഒരു പ്രശ്നം പോലും അവർക്ക് ചോദിച്ചിട്ടില്ല. ദൈവം ഞങ്ങളുടെ കുട്ടികളും കുറവുകളും ഒന്നും കണക്കിടാതെ ദൈവം ഞങ്ങളെ മുമ്പും പിമ്പും സാവരാക്കി നടത്തിക്കൊണ്ട് ഞങ്ങൾ ദൈവം മുന്നോട്ട് നടത്തി. വേദനകളെല്ലാം ഒന്നും കാര്യമായിട്ട് വന്നില്ല. അപ്പൊ അവസാനമായപ്പോ എന്നോട് പറഞ്ഞു, മൊഴി ഞാൻ പോവുക, ഇനി ഞാൻ എന്നെ കിട്ടത്തില്ല. ഡോക്ടർമാർക്ക് ഒന്നിനും ഇനി എന്നെ പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല. എന്നിട്ട് എന്നെ പ്രാർത്ഥിച്ച് പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല. ഞാൻ പോവുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴിഞ്ഞാൽ നീ പിള്ളേരുടെ പുറകോട്ട് നിന്റെ ജീവിതം പോകരുത്, പിള്ളേരുടെ കാര്യങ്ങൾ നോക്കരുത് എന്നല്ല പറയുന്നത്. പക്ഷെ നിന്റെ ജീവിതം മുന്നോട്ട് തന്നെ ദൈവത്തിലേക്ക് മാത്രം ആശ്രയം വെച്ച് മുന്നോട്ട് തന്നെ നീ പോകണം എന്ന് എന്നോട് പറഞ്ഞു. എങ്കിൽ മാത്രമേ ആ നിത്യതയിൽ വന്നിട്ട് എന്നെ കാണാൻ പറ്റുകയുള്ളൂ. ഞാൻ ആ നിത്യതയിൽ കാണുന്നു. എന്റെ പിതാവിന്റെ ഭരണത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതിന്റെ എവിടെയെങ്കിലും നീ വന്നിരുന്നാൽ എന്നെ കാണാനുള്ളതല്ല, എന്നെ കാണണമെങ്കിൽ ഈ നിത്യതയിൽ തന്നെ വരണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ അത് അന്ന് അത്ര കേട്ടു, ഇങ്ങനെയെന്ന് എന്റെ മനസ്സിൽ കിടപ്പുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ വിശാലമായ വാതിൽ നിന്ന് പോയോ ഇല്ലയോ എനിക്ക് അറിഞ്ഞൂടെ. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നോ? ദൈവം തമ്മിലായി ഇന്ന്
ഞാൻ അത്രയൊന്നും പറഞ്ഞില്ല, എനിക്ക് 9-ാം തീയതി തരണമെന്ന് പറഞ്ഞില്ല, ആദ്യത്തെ ആഴ്ച തരണമെന്ന് പറഞ്ഞു. ഈ വിഷയം തന്നെ നിത്യതയിലേക്കുള്ള എടുക്കുവാനും തന്നെ എനിക്ക് തന്നതും എന്നെ കൊണ്ട് തന്നെ എഴുതിച്ച്, എന്നെ കൊണ്ട് തന്നെ പഠിപ്പിച്ച്, എന്നെ കൊണ്ട് തന്നെ ഇവിടെ പറയിച്ചപ്പോൾ ഇത് സ്വർഗത്തിന്റെ പ്ലാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ദൈവത്തിന്റെ പ്ലാനാണ്. അച്ഛനും ദൈവമാണ് പ്രവർത്തിച്ചത്. അല്ലെങ്കിൽ എനിക്ക് ഈ വിഷയം കിട്ടണ്ടായിരുന്നു. ഈ വിഷയം ഇന്നത്തെ ദിവസം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ സാക്ഷ്യം പറയുന്നില്ലായിരുന്നു. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ശരിയായ മനസ്സാന്തരത്തിൽ കൂടെയാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. നമ്മുടെ മുൻപിൽ 2 വഴികൾ ദൈവം തന്നിട്ടുണ്ട്. ആ 2 വഴികളിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കണം. വിശാലമായ വഴി വേണോ, ഇടുക്ക് വഴി വേണോ, ഏത് വേണമെന്ന് നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കണം. ദൈവത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 10:9 പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവർ രക്ഷിക്കപ്പെടും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:6 പറയുന്നു, ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തിലേക്ക് കടക്കാൻ ഇത്രമാത്രം ഇടുക്കമുള്ളത്? നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കഴിവോ ബുദ്ധിയോ സാമർഥ്യമോ നമ്മുടെ കുടുംബശ്രേഷ്ഠതയോ ഒന്നും നമ്മളെ ദൈവത്തിലേക്ക് കടത്താൻ വരത്തില്ല. ദൈവത്തിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസം നമുക്ക് വേണം. ആ രക്തസ്രാവക്കാരി സ്ത്രീയെ നോക്കിയാൽ അവരുടെ വിശ്വാസമാണ് ദൈവം അവിടെ കാണുന്നത്. എന്റെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും ഒന്നും തൊട്ടാൽ മതിയായിരുന്നു, എനിക്ക് സൗഖ്യം കിട്ടിയത് എന്ന് അവൾ വിശ്വസിക്കുന്നു, ചിന്തിക്കുന്നു. കർത്താവ് അവരുടെ ആഗ്രഹത്തിൽ വിശ്വാസം കർത്താവ് കണ്ടു. ആ പക്ഷപാതക്കാരനെ നോക്കിയാൽ 4 ചുമന്നുകൊണ്ട് പക്ഷപാതക്കാരനെ കൊണ്ടുവരുന്നു ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. ആ ചുമന്നുകൊണ്ട് വരുന്നവരുടെ വിശ്വാസമാണ് കർത്താവ് അവിടെ കാണുന്നത്. ദൈവത്തിലേക്ക് കടക്കുവാൻ നമുക്ക് വിശ്വാസമാണ് ആവശ്യമെന്ന് നമുക്ക് ഇതിൽ നല്ല മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായി അന്ത്യത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തികളെ കുറിച്ച് ചിന്തിക്കണം. ക്രിസ്തീയ ജീവിതം ന്യായങ്ങളുടെ അന്ത്യം ലഭിക്കുന്നതാണ്. ഒരു ധന്യമായ നല്ല ജീവിതം ജീവിച്ചാൽ നമുക്ക് നല്ലൊരു അന്ത്യം കിട്ടും. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? അയച്ചവനെ വിശ്വസിക്കുക. നമ്മൾ അയച്ച ഒരു പിതാവുണ്ട്, നമ്മൾ അവനെ വിശ്വസിക്കണം. അതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവഹിതം അങ്ങനെ വിശ്വസിച്ച് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ കയ്യിൽ നമ്മൾ സുരക്ഷിതരാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ നമ്മൾ മുൻപോട്ട് ജീവിച്ചാൽ ദൈവഹിതമല്ലാത്ത ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യുവാനോ ദൈവഹിതമല്ലാത്ത ഒരു സംസാരം നമുക്ക് സംസാരിക്കുവാനോ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ നമ്മൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തോ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഹൃദയങ്ങളോട് നമ്മൾ തന്നെ ചോദിക്കും, ദൈവമേ ഞാൻ പറഞ്ഞത് ശരിയായോ, അല്ലെങ്കിൽ എന്റെ സംസാരം അവർക്ക് വേദനയായോ എന്ന് നമ്മൾ തന്നെ നമ്മുടെ ഹൃദയങ്ങളോട് ചോദിക്കും. ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ ദൈവം എന്താണ് വിളിക്കുന്നത്, എങ്ങനെയാണ് വിളിക്കുന്നത്? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നാണ് കർത്താവ് വിളിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കാത്തവർ ന്യായാസനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഭൂമിയിൽ ജീവിച്ച കാലത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രവൃത്തികൾ എന്തെങ്കിലും നമ്മളെ രക്ഷിക്കാൻ അവിടെ വരുമോ എന്ന് നമ്മൾ തന്നെ നമ്മുടെ ഹൃദയങ്ങളോടൊന്ന് ചോദിച്ചു നോക്കിക്കേ. എന്നെ രക്ഷിക്കാൻ അത് വരുമോ? ദൈവത്തിൽ വിശ്വാസമില്ലാതെ ഞാൻ ജീവിച്ചാൽ നമ്മുടെ വാക്കുകളോ നമ്മുടെ സ്വയം പ്രശംസകളോ ഒന്നും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. അവിടെ ഒരു പരിഗണനയും ദൈവം കൊടുക്കുന്നില്ല, ആർക്കും കൊടുക്കുന്നില്ല ഒരു പരിഗണനയും. ഭൂമിയിൽ എല്ലാവർക്കും പരിഗണനകളൊക്കെ കാണും, പക്ഷേ നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പരിഗണനയും കിട്ടത്തില്ല. നല്ല ഫലം കഴിച്ച് മാനസാന്തരപ്പെട്ട് ജീവിച്ചാൽ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാകാൻ പറ്റും. നല്ല ഫലം കഴിക്കണമെന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തികൾ, ദൈവത്തിന് ഇഷ്ടമാവുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്ത് നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് സ്വർഗരാജ്യത്തിന്റെ അവകാശികളാകാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ദൈവം 2 വഴികൾ തന്നിട്ടുണ്ട്.
എടുക്കണം, ഏത് വഴിയിൽ പോകണം എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് നമ്മളിവിടെ ഇരുന്ന് സന്തോഷത്തോടെ നമ്മളിവിടെ കൂടുന്നത് പോലെ ആ നിത്യതയെ തുറന്നുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്നിച്ചു കൂടുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തത്തെ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുകയും എന്നുള്ള കർത്താവിന്റെ അയവേറെ ശബ്ദം കേൾപ്പാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തത്തെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്ന് എനിക്കിങ്ങനെ അവസരം തന്ന നമ്മുടെ കാര്യം തോമസിനും ചർച്ചിനും ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹമുണ്ട്. കൂടാതെ എന്റെ ഭവനത്തിലേക്ക് ദുഃഖം കയറി വന്നപ്പോൾ ഞാൻ കലർന്നു പോകാതെ ആത്മീയ ജീവിതത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയ എന്റെ പോകുമ്പോഴും പ്രയത്നത്തിനോട് എനിക്ക് ഒരുപാട് നന്ദി, സ്നേഹമുണ്ട്. എല്ലാവർക്കും നന്ദി.